ഓച്ചിറയിലെ കച്ചേരിത്തോട് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനം നടത്തി. കച്ചേരിത്തോട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനം നടത്തിയത്. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനവും നൽകി. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഓച്ചിറ, ആലപ്പുഴ ജില്ലകളുടെ അതിർത്തിയിലൂടെ ഒഴുകുന്ന കച്ചേരിത്തോട് ഇല്ലാതാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് കച്ചേരിത്തോട് സംരക്ഷണ സമരം സംഘടിപ്പിച്ചത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലെ കൊറ്റമ്പള്ളി കൊയ്പ്പള്ളിമുക്കിൽ നിന്നും ആരംഭിച്ച് 5-ാം വാർഡിലെ മലമേൽക്കുറ്റി, 10-ാം വാർഡിലെ കൊച്ചുമടത്തിൽ മുക്ക് വഴി 4-ാം വാർഡിലെ കളീക്കൽ നടേപ്പടിയിറ്റതിൽ കൊച്ചുകളീക്കൽ അതിർത്തിയിലൂടെ ഓച്ചിറ റെയിൽവേ സ്റ്റേഷൻ റോഡിന് തെക്കുഭാഗത്ത് വെച്ച് ഗുരുനാഥൻ തറ, മുഴങ്ങോടി, കൊച്ചയ്യത്ത് വഴിയുള്ള നീരൊഴുക്ക് തോടുമായി സംഗമിച്ച് 3-ാം വാർഡിൽ ചെറുവേലിൽ പടിഞ്ഞാറ് ഭാഗം വഴി മീനത്തേരിൽ അതിർത്തിയിലൂടെ ദേശീയപാത കടന്ന് ഓച്ചിറ മഹാലക്ഷ്മി ക്ഷേത്രത്തിന്റെ വടക്കുവശത്തുകൂടി പടിഞ്ഞാറോട്ടൊഴുകി കായലിൽ പതിക്കുന്ന വീതിയുള്ള ജലസ്രോതസ്സാണ് കച്ചേരിത്തോട്. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നികത്തിയതുമൂലം ഈ തോട്ടിലൂടെയുള്ള നീരൊഴുക്ക് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ജനകീയ സമരം ആരംഭിച്ചത്. കച്ചേരിത്തോട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവിക്കും സെക്രട്ടറി ശ്രീരാജിനും നിവേദനവും നൽകി. നീരൊഴുക്ക് സുഗമമാക്കാൻ വേണ്ടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. തണ്ണീർത്തടം അധികാരികൾ ഏറ്റെടുക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ അനുവാദം വേണം എന്ന് തന്നെയാണ്. ഒരിക്കലും എങ്ങും തണ്ണീർത്തടം നശിപ്പിച്ചുകൊണ്ട് വികസനം പാടില്ല എന്ന് തന്നെയാണ് പ്രത്യേക മാനുവൽ പറയുന്നത്. പക്ഷേ 6 മാസം 7 മാസം മുമ്പ് നാഷണൽ അതോറിറ്റി ഓച്ചിറ പഞ്ചായത്തിലേക്ക് കത്ത് കൊടുത്തു എന്ന് പറയുന്നു. ആ കത്തിന് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. മഴക്കാലം അടുത്തു കഴിഞ്ഞു. നേരത്തെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം, 1978-79 കാലഘട്ടങ്ങളിൽ ഈ തോടിന് സംഭവിച്ച ആഘാതം മൂലം ഓച്ചിറ പ്രീമിയർ തിയേറ്ററിൻ്റെ അവിടെ കടകളും തിയേറ്ററും ഒക്കെ ഒഴുകിപ്പോയ അതിദാരുണ്യമായ അവസ്ഥയും അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ പഞ്ചായത്തിനെതിരോ ഒന്നുമല്ല. പഞ്ചായത്ത് നിയമപ്രകാരമായി സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ നിവേദനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അയ്യാണിക്കൽ മജീദ്, കെ ബി ഹരിലാൽ, ലത്തീഫ ബീവി, ഗീതാകുമാരി, മെഹർഖാൻ ചേന്നല്ലൂർ, കെ മോഹനൻ, രാജുമോൻ, ഓച്ചിറത്താഹ, വാഹിദ്, ഷിഹാബ്, ഉഷാമധു, ഈസാക്കുട്ടി, ഷമീം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം നടത്തിയത്. ഹൈവേ അതോറിറ്റിയുമായി സംസാരിക്കുമ്പോൾ പഞ്ചായത്തിനാണ് ഉത്തരവാദിത്വം, അതിൻ്റെ അധികാരം പഞ്ചായത്തിനാണെന്നാണ് അവിടെ നിന്നുള്ള അറിയിപ്പ് കിട്ടുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്നിവിടെ ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഒന്നായി നിന്നുകൊണ്ട് നമ്മുടെ ഈ തണ്ണീർത്തടം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നടപടികളും മുൻകൈയെടുത്ത് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.